ഹലോ ഫ്രണ്ട്സ്, റിസ ക്രിയേഷൻ നിങ്ങൾക്കൊരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഡോറി കൊണ്ട് ഒരു നല്ല നെക്ക് ലൈൻ എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളതാണ്. ആദ്യമായിട്ട് ഇതുപോലെ ഒരു ക്യാൻവാസ് പേപ്പർ നിങ്ങൾ എടുക്കുക. എന്നിട്ട് നമുക്ക് സാധാരണ നമ്മൾ മാർക്ക് ചെയ്യുന്നത് പോലെ എൻ്റെ നെക്ക് വിഡ്ത്ത് എന്ന് പറയുന്നത് 2.25 അപ്പോൾ നിങ്ങളുടെ നെക്ക് വിഡ്ത്ത് 3 ആണെങ്കിൽ 3 മാർക്ക് ചെയ്യുക. താഴേക്ക് ഞാൻ എടുക്കാറുള്ള നെക്കിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 6 ഇഞ്ചാണ്. അതുകൊണ്ട് ഞാൻ 6 ഇഞ്ച് എടുക്കുന്നു. നിങ്ങൾക്ക് 6, 6.5, 7 ആവാം. അപ്പോൾ അതനുസരിച്ച് മാർക്ക് ചെയ്യുക. അങ്ങനെ നമ്മളൊരു സ്ക്വയർ അവിടെ ഉണ്ടാക്കുന്നു. ആ സ്ക്വയറിൽ നമ്മൾ സാധാരണ വരയ്ക്കുന്നത് പോലെ തന്നെ ഒരു യു നെക്കാണ് നമ്മൾ വരയ്ക്കുന്നത്. അത് നമ്മൾ 1 ഇഞ്ച് അകത്തേക്ക് നമ്മളൊരു സ്ലാൻഡിങ് ലൈൻ കൊടുത്തിട്ട് സിമ്പിളായിട്ട് നമ്മൾ കൈകൊണ്ട് തന്നെയോ ആം ഹോൾ കർവ് കൊണ്ടോ നിങ്ങൾക്ക് വരയ്ക്കാവുന്നതാണ്. ഇത് നമ്മുടെ നെക്കാണ്. ഈ നെക്കിൻ്റെ താഴെ വശത്തേക്ക് നമ്മൾ 1.25 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യുക. അപ്പോൾ ആ ഒരു പാർട്ട് നമ്മൾ വെട്ടിയെടുക്കും. ആ പാർട്ടാണ് നമ്മൾ ഡോറി വെച്ച് അവിടെ ഗ്യാപ്പ് ഉണ്ടാക്കിക്കൊണ്ട് നമ്മൾ നല്ല അടിപൊളി നെക്ക് ഡിസൈൻ ഉണ്ടാക്കുന്നത്. എന്നിട്ട് ഈ ഒരു പാർട്ട് നമുക്ക് വെട്ടിയെടുക്കുക. താഴോട്ട് നമുക്ക് നമ്മുടെ ഫ്രണ്ട് പാർട്ടിൻ്റെ ഭാഗമുണ്ടല്ലോ, ആ ഭാഗത്തേക്ക് നമുക്ക് മടക്കി അടിക്കാൻ, സാധാരണ നമ്മൾ ഈ 6 ഇഞ്ച് എടുത്തിരുന്ന് മടക്കി അടിക്കാൻ നമ്മൾ സാധാരണ പട്ടി ഉണ്ടാക്കുക. എന്നാൽ ഇപ്പോൾ ഇത് നമുക്കിവിടെ ഗ്യാപ്പിന് വേണ്ടിയിട്ടുള്ള കഴിഞ്ഞതിന് ശേഷം താഴെയുള്ള ലൈനിലേക്ക് 3/4 ഇഞ്ചോ 1 ഇഞ്ചോ കൂടി നമ്മൾ ഇതുപോലെ തന്നെ ഈ ക്യാൻവാസിൽ മാർക്ക് ചെയ്യുക. എന്നിട്ട് അത് നമ്മൾ ഷേപ്പ് ചെയ്ത് എടുക്കുക. എന്നിട്ട് സാധാരണ നമ്മൾ എങ്ങനെ നെക്ക് ബൈൻഡ് ചെയ്യുന്നു അതുപോലെ തന്നെ ഈ ക്യാൻവാസ് വെട്ടി മാറ്റുകയാണ്. എന്നാൽ നമ്മൾ 1.25 ഇഞ്ച് മാർക്ക് ചെയ്ത ആ ഒരു ഗ്യാപ്പ് എന്ന് പറയുന്നത് നമ്മൾ മറ്റൊരു പേപ്പറിൽ വെച്ച് അവിടെയാണ് നമ്മൾ ഡോറി കൊണ്ട് നമ്മൾ ഡിസൈൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യമായി നമുക്ക് ഈ നെക്ക് 2 നെക്കാണ് ഇവിടെ കാണിക്കുന്നത്. ഒന്ന് ഡോറി വെക്കാനുള്ളതാണ്. ഇപ്പോൾ ഞാൻ വെട്ടിയെടുക്കുന്ന ഈ ഭാഗമെന്ന് പറയുന്നത് ഡോറി വെക്കാനുള്ള ഭാഗമാണ്. എന്നാൽ ഈ ക്യാൻവാസ് പേപ്പർ നമുക്ക് പ്രയോജനമില്ല, പക്ഷെ നമുക്ക് മറ്റൊരു പേപ്പറിലേക്ക് മാറ്റുവാനായിട്ട് ഈ ക്യാൻവാസ് ആവശ്യവുമാണ്. അപ്പോൾ അത് നമ്മൾ കളയാതെ വെക്കുക. എന്നിട്ട് ഇതിന് അടുത്ത് താഴെ നമ്മൾ വെട്ടിയെടുക്കുന്നതാണ് നമ്മളുടെ ഫ്രണ്ട് പാർട്ടിലെ നെക്കിൻ്റെ 2ാമത്തെ നെക്ക് നമ്മൾ ബൈൻഡ് ചെയ്ത് അകത്തേക്ക് മടക്കിയടിക്കുന്ന ഭാഗം. ഈ ക്യാൻവാസ് ഒട്ടിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ വെട്ടുന്ന ഈ ക്യാൻവാസ്. ഓക്കെ, അത് നിങ്ങൾക്ക് 3/4 ഇഞ്ചോ 1 ഇഞ്ചോ എടുക്കാം. ഇനി നമ്മൾക്ക് ഈ ആദ്യം 1.25 ഇഞ്ചിൻ്റെ വെട്ടിയെടുത്ത കണ്ടോ, ഈ ഇപ്പം ഞാൻ നിവൃത്തിയിട്ട് കാണിക്കുന്ന ഇതാണ് 2 നെക്ക് പോലെയാണ്. ആദ്യത്തെ ഒരു നെക്ക് 1.25 ഇഞ്ചിൻ്റെ ആ കാണുന്ന അത് നമ്മളവിടെ ഡോറി വെച്ച് നമ്മൾ ഡിസൈൻ ഉണ്ടാക്കും. അതിനടിയിൽ ഉള്ള ആ കാണുന്ന ക്യാൻവാസ് നമ്മൾ ഒട്ടിച്ചിട്ട് നമ്മൾ ഫ്രണ്ട് പാർട്ടിൽ നമ്മൾ അത് ആ ഫ്രണ്ട് പാർട്ടിൻ്റെ ആ നെക്ക് നമ്മൾ ബൈൻഡ് ചെയ്തെടുക്കും. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ഈ ക്യാൻവാസ്, മുകളിൽ കാണുന്ന ക്യാൻവാസ് മറ്റൊരു പേപ്പറിലേക്ക് മാർക്ക് ചെയ്തിട്ട് അവിടെ ഡോറി വെച്ച് ഒട്ടിച്ചിട്ട് അതവിടെ നമ്മൾ വെച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. വളരെ എളുപ്പമായി ചെയ്യാവുന്നൊരു കാര്യമാണിത്. ഇനി നമ്മൾക്ക് ഇതെങ്ങനെ മാർക്ക് ചെയ്യാമെന്ന് നോക്കാം മറ്റൊരു പേപ്പറിലേക്ക്. കാരണം നമ്മൾ കറക്റ്റ് നെക്കിൻ്റെ സൈസാണ് വെട്ടിയെടുത്തേക്കുന്നത്, ആ ഒരു വേണ്ട ഗ്യാപ്പ്. എന്നാൽ നമുക്ക് എക്സ്ട്രാ ഒരു 1/4 ഇഞ്ച് കൂടി നമുക്ക് താഴേക്ക് വേണം. കാരണം നമുക്ക് ഈ ഡോറിയൊക്കെ പിടിപ്പിക്കാൻ അല്പം കൂടി ഇട വേണമല്ലോ. തന്നെയല്ല ഈ ഒരു നെക്ക് താഴെ നമ്മൾ ഒട്ടിച്ചു വെച്ചിരിക്കുന്ന ആ ഭാഗത്തേക്ക് ചേർക്കുമ്പോൾ അവിടെയും നമുക്ക് 1/4 ഇഞ്ച് എക്സ്ട്രാ വേണം. അതുകൊണ്ട് നമ്മൾ ഇത് മറ്റൊരു പേപ്പർ, സാധാരണ പേപ്പറിലോ പത്ര പേപ്പറിലോ ആവാം, ഇതൊരു വെറും പ്ലെയിൻ പേപ്പറാണ്, അതിലേക്ക് നിങ്ങൾ ഇതേപടി മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തതിന് ശേഷം അത് നല്ല ക്ലിയർ ആയിട്ട് ഈ നെക്ക് നമ്മളിങ്ങനെ വരയ്ക്കുകയാണ്. 1.25 ഇഞ്ചിൻ്റെ വീതിയിലുള്ള ആ ഒരു നെക്ക് നമ്മളങ്ങനെ വരയ്ക്കുകയാണ്. വരച്ചിട്ട് അടിഭാഗത്ത് നിന്ന് മാത്രം 1/4 ഇഞ്ച് കൂടെ നമ്മൾ കൂടുതൽ വരയ്ക്കും. കാരണം നമുക്ക് ഈ ഭാഗം ഈ ഡോറി ഒട്ടിച്ചതിന് ശേഷം നമുക്ക് മറ്റേ നമ്മൾ ഒട്ടിച്ചു വെച്ചിരിക്കുന്ന ഫ്രണ്ട് പാർട്ടിലേക്ക് നമുക്ക് ചേർത്ത് വെക്കാനുള്ളതാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ഗ്യാപ്പ് വേണമല്ലോ. അപ്പോൾ അതിനാണ് 1/4 ഇഞ്ച് കൂടുതലായിട്ട് എടുക്കുന്നത്. അതാണ് ഇപ്പോൾ ഞാൻ വരയ്ക്കുന്ന ഈ 1/4 ഇഞ്ച്. കണ്ടല്ലോ, ഈ വരയ്ക്കുന്ന 1/4 ഇഞ്ച് അതിന് വേണ്ടിയിട്ടുള്ളതാണ്. എന്നിട്ട് നമ്മൾ മറുവശത്തുകൂടി ഈ നെക്കിൻ്റെ ഷേപ്പിൻ്റെ പടം, ഈ ഒരു ഡയഗ്രാം വരണമല്ലോ. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ചോക്ക് വെച്ചിട്ട് ഒന്നുകൂടെ മാർക്ക് ചെയ്യുകയാണ്. കാരണം നമുക്ക് അവിടെ ഡോറി അടിച്ച് പിടിപ്പിക്കുകയും വേണം, ഒട്ടിക്കുകയൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്കത് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കളർ അവിടെ വരച്ചിട്ട് നമ്മൾ തിരിച്ചങ്ങോട്ടേക്ക് നമുക്ക് വെട്ടിയെടുത്താലും മതി. പക്ഷേ ഈ പാടും കൂടെ, ഈ ഒരു ഡ്രോയിങ് ലൈനും കൂടെ നമുക്കവിടെ ആവശ്യമാണ്. അതുകൊണ്ട് നമ്മൾ തിരിച്ച് മടക്കി ഒന്ന് നമ്മുടെ കൈകൾ കൊണ്ട് ടാപ്പ് ചെയ്തതിന് ശേഷം അവിടെ നേരിയ രീതിയിൽ വരുന്ന ആ ഒരു ലൈനെ ഒന്നുകൂടെ നമ്മൾ ഡാർക്കായിട്ട് വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ബോട്ട് നെക്ക് സൈസിലും ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ബോട്ട് നെക്ക് നിങ്ങൾ എങ്ങനെയാണ് വെട്ടുന്നത് അതുപോലെ തന്നെ നിങ്ങൾ വെട്ടിയിട്ട് ഇതുപോലെ മാർക്ക് ചെയ്താൽ മതി. ഇതുപോലെ മെത്തേഡ് ഇത് തന്നെയാണ്, പക്ഷേ ബോട്ട് നെക്കിൻ്റെ സൈസിലായിരിക്കണം നിങ്ങൾ വെട്ടേണ്ടതെന്നുള്ളൂ. നെക്ക് വിടുത്തും നെക്കിൻ്റെ ഇറക്കവും ഒക്കെ ബോട്ട് നെക്ക് ആയിരിക്കണമെന്ന് മാത്രം. ഇപ്പോൾ നമ്മൾ വരച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്
ഈ വരയിൽ കൂടി തന്നെ നമ്മൾ ആദ്യം ഈ പേപ്പറിൻ്റെ മറ്റു ഭാഗം വെട്ടി കളയുകയാണ്. ഈ ലൈനിൽ കൂടി തന്നെ വെട്ടി ആ ഷേപ്പിൽ തന്നെ നമ്മൾ സാധാരണ ക്യാൻവാസിൽ വെട്ടിയെടുക്കുന്ന പോലെ തന്നെ വെട്ടിയെടുക്കുകയാണ്. വെട്ടിയെടുത്തിട്ട് നമ്മൾ ഡോറി, അതായത് ഡോറി ഉണ്ടാക്കുന്നത് എങ്ങനെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഇല്ല എങ്കിൽ ഞാൻ ഐ ബട്ടണിൽ കൊടുത്തേക്കാം എങ്ങനെയാണ് ഡോറി ഒക്കെ ഉണ്ടാക്കേണ്ടതെന്നുള്ളത് ഞാൻ കാണിച്ചിട്ടുണ്ട് ഒരു വീഡിയോയിൽ. എന്നാൽ നമ്മൾ സാധാരണ പാവാടയ്ക്കൊക്കെ വള്ളി അടിക്കുന്നത് പോലെ ഒരു 1.25 ഇഞ്ച് വീതിയിൽ നമ്മൾ, അല്ല 1 ഇഞ്ച് ആയാലും മതി, നമ്മൾ മടക്കിയിട്ട് ഒരു ചെറിയ ഒരു പാവാടയ്ക്കകത്ത് വള്ളി കയറ്റത്തില്ല, അതുപോലെ നമ്മൾ കുറച്ച് സ്ട്രിപ്പുകൾ നീളത്തിൽ നമ്മൾ തയ്ച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്താൽ മതി. അതും ഈ ഒരു ഡോറിയുമാണ് നമുക്കിവിടെ ആവശ്യം. ഇവിടെ ഇപ്പം നമ്മൾ മാർക്ക് ചെയ്യാൻ പോവാണ്. സെൻട്രലിൽ നിന്ന് ഞാൻ ലെഫ്റ്റിലേക്ക് റൈറ്റിലേക്കും 1 ഇഞ്ച് വെച്ചിട്ട് 2 പ്രാവശ്യം 1 ഇഞ്ച്, അതിനുശേഷം 1.25 ഇഞ്ച്, 1.25 ഇഞ്ച്, പിന്നെ 1 ഇഞ്ച്. കാരണം ഈ കർവ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ പ്രത്യേകം പറയുന്നത്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നാൽ 1 ഇഞ്ച് വെച്ച് നിങ്ങൾക്ക് ചെയ്യാം, പക്ഷേ അത്ര ഷേപ്പ് അത്ര കറക്റ്റായിട്ട് കിട്ടുകയില്ല. അതുകൊണ്ടാണ് ഞാൻ പെർഫെക്റ്റ് ആയിട്ട് പറയുന്നത്. ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും സെൻട്രലിൽ നിന്ന് 1 ഇഞ്ചിന് 2 അടയാളം കൊടുക്കുക, പിന്നെ 1.25 ഇഞ്ച് 2 അടയാളം കൊടുക്കുക, പിന്നീട് എല്ലാം 1 ഇഞ്ചും കൊടുക്കുക. അപ്പോൾ അത് കറക്റ്റായിട്ട് നിങ്ങളിങ്ങനെ മാർക്ക് ചെയ്ത് വെക്കുകയാണ്. അത് ഇങ്ങനെ മാർക്ക് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾ കറക്റ്റായിട്ട് കിട്ടുമെന്നാണ്. ഇതുപോലെ കണ്ടോ, ഇപ്പം ഞാൻ കണ്ടോ, ഇത് ഞാൻ ഓൾറെഡി അടിച്ചു വെച്ചിരിക്കുന്ന കണ്ടോ, പാവാടയ്ക്കൊക്കെ നമ്മൾ വള്ളി അടിക്കുന്നത് അതുപോലെ അടിച്ചു വെച്ചിരിക്കുന്നതാണ്. എന്നിട്ട് നമ്മൾ 2 ഇഞ്ച് നീളത്തിൽ നമ്മളത് കട്ട് ചെയ്തു. എന്നിട്ട് ഇതുപോലെ കാണിക്കുന്നത് പോലെ ഈ പോയിന്റിൽ നമ്മൾ വെച്ചിട്ട് നമ്മൾ ആദ്യമേ നമ്മൾ അടിച്ചെടുത്തിട്ടാണ് പിന്നെ ഡോറി അവിടെ ഫിറ്റ് ചെയ്യുന്നത്. ഒന്ന് ജസ്റ്റ് കാണിക്കുകയാണ് ഞാൻ. ഇതുപോലെ കണ്ട് ഇങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് അകത്തോട്ട് കയറ്റിയിട്ട് ഇങ്ങനെ കൂട്ടി വേണമെങ്കിൽ അടിച്ചടിച്ചു പോകാം. എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം, പക്ഷെ അതത്ര എളുപ്പമാണെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് ആദ്യം ഈ ഒരു പട്ടി അടിച്ചിട്ട് പിന്നെ ഡോറി കയറ്റി വെച്ചാലും മതിയാവുന്നതാണ്. ഇനി നമുക്ക് മെഷീനിലേക്ക് പോകാം. എങ്ങനെയാണ് നമുക്ക് അടിക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ കൂട്ടി വെച്ച് അടിക്കാൻ കഴിവുള്ളവർക്ക് ഇങ്ങനെ ചെയ്യാം. കണ്ടോ, ആ പട്ടിയിലേക്ക് ഈ ഡോറി കയറ്റി വെച്ചിട്ട് ആ പോയിന്റിലേക്ക് കൊണ്ട് വെച്ചിട്ട് ജസ്റ്റ് ആ ഒരു ലൈനിൽ കൂടെ തന്നെ വേണം നമ്മുടെ തയ്യൽ പോകാൻ. കണ്ടോ, അങ്ങനെ തയ്ച്ച് ഓരോ പോയിന്റിലും ഇതുപോലെയുള്ള 3 ഇഞ്ചാണ് ഡോറിയുടെ നീളം, 2 ഇഞ്ചാണ് സ്ട്രിപ്പിൻ്റെ നീളം. അങ്ങനെ അത് ശരിയാക്കി വെക്കുക. ഇനി നമുക്ക് നമ്മൾ മാറ്റി വെച്ചിരുന്ന ആ ഒരു ഉണ്ടല്ലോ, അത് നമ്മൾ നമ്മുടെ ഫ്രണ്ട് പീസിലേക്ക് വെച്ചിട്ട് നമ്മൾ കണ്ടോ ആ ഒരു നെക്ക് ആദ്യം ശരിയാക്കുകയാണ്. അതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ ഈ ഡോറി വെക്കുന്ന നെക്ക് ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇത് കറക്റ്റായിട്ട്, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, ജസ്റ്റ് കാണിക്കുന്നതേ ഉള്ളൂ. കറക്റ്റ് സെൻറ്റർ കൂടെ ലൈൻ വരച്ചിട്ട് ഞാൻ നേരത്തെ വേറൊരു പീസിൽ അന്ന് നമ്മൾ വെട്ടിയെടുത്തില്ലേ, അത് നമ്മൾ ഒട്ടിച്ച് വെച്ചിട്ട് നമ്മളത് മടക്കി അടിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇവിടെ 4 ഇഞ്ച് വിട്ടിട്ട് നമ്മൾ അകവശം നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് കളയുകയാണ്. കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമ്മളത് മറിച്ചിട്ടെടുക്കുമ്പോൾ നമ്മൾ സാധാരണ നമ്മൾ നെക്ക് ചെയ്യുന്നത് പോലെ തന്നെ ഉള്ള നെക്കാണ്. ഇവിടെ 2 നെക്കുള്ളത് കൊണ്ട് ഇത് ഇച്ചിരി വലിപ്പത്തിൽ വട്ടത്തിൽ താഴോട്ട് മാറിയിരിക്കും എന്നുള്ളതേ ഉള്ളൂ. ഞാൻ 7 ഇഞ്ചാണ് ഞാൻ ആദ്യം കൊടുത്തിരിക്കുന്ന ആ ഒരു, അതായത് 6 1.25 7.25 ഇഞ്ചാണ് മൊത്തത്തിൽ വരുന്ന നെക്കിൻ്റെ നീളം ഇവിടെ വരുന്നത്. ഓക്കെ, ഇതുപോലെ കട്ട് കൊടുത്തിട്ട് നമ്മൾ മറിച്ചിട്ടെടുക്കുകയാണ്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കയറുന്നു. ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. ഞാനൊരു തയ്യൽ ക്ലാസ്സിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അത് നിങ്ങൾക്ക് താല്പര്യം, കുറേ പേരൊക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് തന്നെ ഒരു ബിഗിനേഴ്സിന് വേണ്ടി ക്ലാസ് ആരംഭിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ താല്പര്യമുള്ള കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ ഞാൻ ആ വെട്ടിവെച്ചിരുന്ന പേപ്പറുണ്ട്, ആ പേപ്പറിൽ മാർക്ക് ചെയ്ത് വെച്ചിരുന്ന പേപ്പറിലേക്ക് ഇതുപോലെ ഈ ഒരു പട്ടി കണ്ടോ ആ കറക്റ്റ് പോയിന്റിൽ വെച്ചിട്ട് ഞാനിങ്ങനെ അടിച്ചടിച്ചടിച്ചടിച്ച് പോവുകയാണ്. അപ്പോൾ നമ്മൾ എക്സ്ട്രാ ഇച്ചിരി തുമ്പിട്ട് അടിക്കുന്നത്, കാരണം നമുക്കവിടെ കൈ പിടിച്ച് കടിക്കുകയൊക്കെ ചെയ്യണമല്ലോ. അങ്ങനെ അടിച്ച് കംപ്ലീറ്റ് നമ്മൾ ഇതുപോലെ മൊത്തത്തിൽ എല്ലാ പോയിന്റും അടിക്കും. ഞാൻ ഇത്രയും ഭാഗം മാത്രമേ നിങ്ങളെ കാണിക്കുന്നുള്ളൂ, മനസ്സിലാകാൻ വേണ്ടി മാത്രം. ഇനി അതിനകത്തേക്ക് ഈ ഡോറ് ഞാൻ കയറ്റി വെച്ചിട്ട് അതേ പോയിന്റുകൾ കൂടെ തന്നെ ഞാൻ അവിടെ വരച്ച് വെച്ചിരിക്കുക, അതേ പോയിന്റുകൾ കൂടെ തന്നെ വേണം അടിക്കാനായിട്ട്. പക്ഷേ നമ്മൾ ഈ പട്ടി കാണുകയും ചെയ്യണം, ഡോറി അപ്പുറത്ത് നിൽക്കുകയും ചെയ്യണം. അതുപോലെ അടുത്ത പട്ടിയിലേക്ക് ഈ ഡോറി കയറ്റി വെച്ചിട്ട് ഇങ്ങോട്ട് തിരിച്ചിട്ട് കണ്ടോ, നമുക്ക് ആദ്യം വേണം അങ്ങനെ മടക്കി വെച്ച് അടിച്ചിട്ട് അതിനകത്തൂടെ കയറ്റുകയൊക്കെ ചെയ്യുക. അതൊക്കെ കുറച്ച് ഡിഫിക്കൽട്ടാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ ഈസി മെത്തേഡ് പറയുന്നത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ കറക്റ്റായിട്ട് ഫിറ്റാക്കി ലൈനിൽ കൂടെ തന്നെ ഇതുപോലെ അടിച്ചടിച്ചടിച്ച് പോവുക. ഇങ്ങനെ മൊത്തം നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഡോറി അതിനകത്തങ്ങ് ഇരുന്നോളും. എന്നിട്ട് പിന്നെ ആ ഡോറ് നമ്മൾ അകത്തേക്ക് ഒട്ടിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഒന്നുകൂടെ തയ്ക്കുന്നത്.
അപ്പോൾ ഇത് അടിക്കാൻ ഇച്ചിരി പ്രയാസം, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. പക്ഷെ നല്ല അടിപൊളി ഡിസൈനാണ്. ഇപ്പോൾ ഞാനിവിടെ എനിക്ക് വളരെ ഗോൾഡൻ തുണിയൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഈ പട്ടി ഗോൾഡനിലും അകത്തെ ഡോറി ഈ ഒരു പച്ച കളറിലും കുറച്ചുകൂടി ഭംഗിയായിരുന്നു ഇതിനെ. നമുക്ക് സാരി ബ്ലൗസിനോ നമുക്ക് നൈറ്റിക്കോ എന്തിനു വേണമെങ്കിലും ഈ നെക്ക് നമുക്ക് ബാക്കിലോ ഫ്രണ്ടിലോ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഞാനിവിടെ ഫ്രണ്ടിലാണ് യൂസ് ചെയ്യുന്നത്. ബാക്ക് ജസ്റ്റ് ക്ലോസ് നെക്കായിട്ട് തന്നെയാണ്. അപ്പം കണ്ടല്ലോ, നിങ്ങൾ എങ്ങനെയാണ് വെച്ചിരിക്കുന്നത് കണ്ട് മനസ്സിലാക്കിയെന്ന് കരുതുന്നു. കണ്ടില്ലേ, സൂക്ഷിച്ച് നോക്കുക. ഇതുപോലെ പിടിച്ചിട്ട് കണ്ടോ, ആ ഒരു വട്ടത്തിൽ നമ്മൾ വരച്ച ലൈനിൽ കൂടി അടിച്ചിറക്കുകയാണ്. കണ്ടല്ലോ, ചേർത്ത് വെച്ച് താത്ത് വെച്ച് ഇങ്ങനെ ഇതുപോലെ എല്ലാ പോയിന്റിൽ കൂടി നിങ്ങൾ അടിച്ചടിച്ചടിച്ച് പോകണം. എന്നിട്ട് നമ്മൾ പിന്നെ ചെയ്യാൻ പോകുന്നത്, എല്ലാം അടിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതുപോലെ ആ ഡോറിയുടെ അറ്റം ഏകദേശം ഒരു റൗണ്ട് വരത്തക്ക രീതിയിൽ ഇതുപോലെ നമ്മൾ ചേർത്ത് വെച്ച്, ആദ്യത്തെ ഒന്ന് വെച്ചു, രണ്ടാമത്തതിൻ്റെ ആദ്യത്തിന് ഒന്നിച്ച് അത് അടുത്ത് ചേർത്ത് വെച്ച് ഇങ്ങനെ ഞാൻ ഗ്ലൂ കൊണ്ട് ഒട്ടിക്കുകയാണ്. കാരണം എളുപ്പത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് താരക്ക് തയ്ക്കാൻ കഴിവുകൊണ്ട് തയ്ക്കുകയും ചെയ്യാം. ഞാൻ നിങ്ങളെ കാണിക്കുന്നത് എളുപ്പ വഴിയാണ് കാണിക്കുന്നത്. ഇതുപോലെ ഒരു ഫാബ്രിക് ഗ്ലൂ കൊണ്ട് ഒട്ടിച്ചാൽ കറക്റ്റായിട്ട് നമ്മുടെ സൈസ് ഏകദേശം കറക്റ്റായിട്ട് ഇങ്ങനെ നിങ്ങൾ മൊത്തം അങ്ങ് ഒട്ടിച്ചാൽ മതി. ഇങ്ങനെ ഒട്ടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അതിലേ കൂടി 1/4 ഇഞ്ച് വിട്ടൊന്ന് അടിക്കുക. കണ്ടോ, ഇതുപോലെ ഉണ്ട്. ഒരു ചെറിയ സ്ക്രൂ ഡ്രൈവർ കൊണ്ട് തള്ളി കൊടുക്കുക. അങ്ങനെ മാറി വല്ലതും പോയിട്ടുണ്ടെങ്കിൽ തള്ളി കറക്റ്റ് ആ സ്ഥാനത്ത് വരാൻ വേണ്ടിയിട്ട് ഇതുപോലെ കൊടുത്ത് നമ്മൾ ഇങ്ങനെ ഇത്ര അടിക്ക് നിങ്ങളെ കാണിക്കുന്നുള്ളൂ. കാരണം നിങ്ങളുടെ സമയം ഞാൻ വേസ്റ്റ് ആക്കുന്നില്ല. ഇതുപോലെ മൊത്തം നിങ്ങൾ ഈ പേപ്പർ അടിച്ചതാണ് ഇപ്പം നിങ്ങൾ ഈ കാണുന്നത്. കണ്ടല്ലോ, നല്ല ഭംഗിയില്ല കാണാനായിട്ട്. ഇനിയും നോക്കിക്കുക, അതിൻ്റെ വെളിയിലോട്ട് തള്ളി നിൽപ്പില്ല അകത്ത് ഭാഗത്ത് ഡോറി, അത് നമുക്ക് കട്ട് ചെയ്ത് പിന്നീട് കളഞ്ഞാൽ മതി. ഇനിയിപ്പോൾ ഇതുപോലെ നമ്മൾ കണ്ടോ, നമ്മൾ അടിച്ചു വെച്ചിരുന്ന ആ ഒരു കണ്ടോ രണ്ടാമത്തെ നെക്കിലേക്ക് നമ്മൾ ഇത് വെച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ആ സൈഡിൽ കൂടെ നമ്മൾ തീർത്തിങ്ങനെ അടിച്ച് വെളിയിലോട്ട് ഇറക്കുമ്പോൾ നമ്മുടെ ആ ഭാഗത്തെ നെക്ക് ശരിയായി. അപ്പോൾ അടിക്ക് വെച്ചാൽ കട്ടിയൊക്കെ നിങ്ങൾ വളരെ സൂക്ഷിച്ച് പതുക്കെ വേണം അടിക്കാൻ. നെക്ക് വലിക്കുകയൊന്നും ചെയ്യരുത്. വളരെ ആ ഷേപ്പ് നമ്മൾ പിടിച്ചുകൊണ്ട് തന്നെ വേണം ചെയ്യാനായിട്ട്. ആ ഷേപ്പിൽ തന്നെ ആ ഒരു ലൈൻ കാണിക്കുന്നില്ലേ നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്നത്, ആ ലൈനിൽ കൂടെ തന്നെ വേണം തയ്യിൽ പോകാൻ. പക്ഷേ നമ്മൾ ഡോറിയും നമ്മുടെ സ്ട്രിപ്പും രണ്ടും കാണുകയും ചെയ്യണം. ഇങ്ങനെ നമ്മൾ അടിച്ചിവിടെ ഇറക്കി. ഇനി നമ്മൾ നോക്കി എക്സ്ട്രാ നിപ്പില്ലേ, അത് ആ ഒരു പേപ്പറിൻ്റെ ലൈനിൽ തന്നെ അത്രയും മതി നമുക്ക് നെക്ക്. ആ എക്സ്ട്രാ കാണുന്ന എന്തെങ്കിലും ഡോറിയുടെ ഉണ്ടെങ്കിൽ അതുപോലെ വൃത്തിയായിട്ട് കട്ട് ചെയ്യുക. എന്നിട്ട് ഇനി നമ്മളിത് ഒരു ക്രോസ് പട്ടി, അതായത് ബയാസ് സ്ട്രിപ്പ്, നമ്മൾ സാധാരണ ബ്ലൗസിനൊക്കെ അടിക്കുന്ന പോലെ നമ്മൾ പട്ടി അടിക്കത്തില്ല, അതുപോലെ ഒരു 1.25 ഇഞ്ച് വീതിയിൽ നമ്മളിങ്ങനെ നോക്കി ഇതുപോലെ മടക്കി ഫ്രണ്ടിൽ നിന്ന് ബാക്കിലേക്കോ ബാക്കിൽ നിന്ന് ഫ്രണ്ടിലേക്കോ അടിക്കുക. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഞാൻ പക്ഷേ ബാക്കിൽ നിന്ന് അടിച്ചിട്ട് ഫ്രണ്ടിലേക്ക് മടക്കുകയാണ്. കാരണം കുറച്ചുകൂടി ഫിനിഷിങ് വരുമെന്ന് എനിക്ക് തോന്നുന്നത് കൊണ്ട്. നിങ്ങൾക്ക് ഏതാണ് പ്രാക്ടീസ് അങ്ങനെ ചെയ്യുക. ഞാനിപ്പോൾ നെക്കിൻ്റെ അടിവശം കണ്ടോ, പേപ്പർ കാണുന്നില്ല, അടിവശത്തൂടെ കറക്റ്റ് 1/4 ഇഞ്ച് വീതിയിൽ തന്നെ അടിച്ചടിച്ചടിച്ച് പോവുകയാണ്. അങ്ങനെ അടിച്ച് നമ്മൾ ഇങ്ങേ അറ്റം വരെ നമ്മൾ ഇതുപോലെ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് ഇതുപോലെ അടിച്ചിറക്കിയിട്ട് നമ്മൾ പിന്നെ മറിച്ചിട്ട് കണ്ടോ തിരിച്ചിങ്ങോട്ട് നമ്മൾ വെച്ചിട്ട് കറക്റ്റായിട്ട് മടക്കി കണ്ടോ ഇതുപോലെ. എങ്ങനെ നമ്മൾ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമായിരിക്കും. അതുപോലെ നിങ്ങൾ അത് നമ്മൾ വലിച്ചു പിടിച്ച് കൊണ്ട് അടിക്കുകയാണ്. കാരണം അത് വലിച്ചെന്ന് പറഞ്ഞാൽ കഴുത്ത് വലിക്കുകയല്ല, നമ്മൾ ഈ അകത്തേത് അടിയിലിരിക്കുന്ന ആ പാളി ഈ പാളി ഒരുപോലെ നമുക്ക് അടിച്ച്, കാരണം നമ്മൾ ഈ പേപ്പർ കട്ട് ചെയ്ത് കളയാനുള്ള നമുക്ക് പിന്നീട്. അപ്പം നല്ല നെക്ക് ഒരുപോലെ വരണം. കണ്ടോ, അപ്പോൾ ഇതുപോലെ ഞാൻ അടിച്ചിറക്കി. ഇനിയും നമുക്ക് ഈ പേപ്പർ അങ്ങ് ഈസി ആയിട്ട് കീറിക്കളയാം. കീറിക്കളഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ നല്ല അടിപൊളി ഒരു നെക്ക് ഡിസൈൻ നിങ്ങൾക്ക് വരും. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഈ ഓണത്തിന് ഇതുപോലൊരു നെക്ക് നിങ്ങൾ ട്രൈ ചെയ്ത് കളയുക. ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടാൽ എനിക്ക് തീർച്ചയായിട്ടും മെസ്സേജ് അയയ്ക്കുക. അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ ബൈ, സീ യു.